വൻതോതിലുള്ള നൂതന ആയുധശേഖരവും അത്യാധുനിക യുദ്ധക്കപ്പലുകളും തങ്ങളുടെ കരുത്തായി ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്ന അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യൻ മണ്ണിൽ അപ്രതീക്ഷിത തിരിച്ചടി നൽകിക്കൊണ്ട് തങ്ങളുടെ അദൃശ്യമായ സൈബർ പ്രാവീണ്യം തെളിയിക്കുകയാണ് ഇറാൻ. പശ്ചിമേഷ്യൻ മണ്ണിൽ താവളമടിച്ചിരിക്കുന്ന അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും ഫോൺ ലൊക്കേഷനുകൾ കൃത്യമായി ചോർത്തിയെടുത്ത് ഇറാന്റെ സൈബർ സൈന്യം അമേരിക്കൻ പ്രതിരോധ കോട്ടകളെ ഒന്നൊന്നായി തകർത്തിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖലകളിൽ നിലനിൽക്കുന്ന സുരക്ഷാ വീഴ്ചകൾ അതീവ തന്ത്രപരമായി ഉപയോഗിച്ചാണ് ഇറാൻ ഈ അസാധ്യ നീക്കം നടത്തിയത്. മേഖലയിലെ കാലഹരണപ്പെട്ട ടെലികോം ഇൻഫ്രാസ്ട്രക്ചറിനെ അമേരിക്കൻ സൈന്യത്തിന് നേരെ തിരിച്ചുവിടാൻ ഇറാന് സാധിച്ചു. അവരുടെ ഹോം നെറ്റ്വർക്കുകൾക്ക് പുറത്ത് റോമിംഗിൽ പോകുന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ മൊബൈൽ സിഗ്നലുകൾ ട്രാക്ക് ചെയ്ത് അവർ ഇപ്പോൾ എവിടെയാണെന്ന് മിനിറ്റുകൾക്കുള്ളിൽ കണ്ടെത്താൻ ഇറാന്റെ ഹാക്കർമാർക്ക് യാതൊരു ബുദ്ധിമുട്ടുമുണ്ടായിരുന്നില്ല. അമേരിക്കൻ വരിക്കാരെ കൃത്യമായി നിരീക്ഷിക്കുന്നതിനായി ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖലയിലെ സിഗ്നലിംഗ് സിസ്റ്റം നമ്പർ 7 അഥവാ SS7 പ്രോട്ടോകോളുകളാണ് ഇറാൻ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയത്. മിഡിൽ ഈസ്റ്റിലെ പ്രാദേശിക മൊബൈൽ ഓപ്പറേറ്റർമാരും അമേരിക്കൻ ടെലികോം കമ്പനികളും തമ്മിലുള്ള റോമിംഗ് കരാറുകളെയാണ് ഇറാൻ ചാരവൃത്തിക്കായി ബുദ്ധിപരമായി ഉപയോഗിച്ചത്. ഫോൺ സജീവമാണോ അതോ ഏത് ടവറിന്റെ പരിധിയിലാണോ ഉള്ളതെന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന നിശബ്ദ കോഡുകളായ SS7 പിങ്സ് അയച്ചാണ് ഇറാൻ അമേരിക്കൻ സേനയുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചത്. മൊബൈൽ ചാരവൃത്തിയെക്കുറിച്ച് വിശദമായി പഠിക്കുന്ന മൊബൈൽ സർവൈലൻസ് മോണിറ്റർ എന്ന ഗവേഷണ സംഘടനയിലെ പ്രമുഖ സൈബർ സുരക്ഷാ വിദഗ്ധനായ ഗാരി മില്ലറാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. അമേരിക്കയെ വിറപ്പിച്ച ഈ ട്രാക്കിംഗ് ശ്രമങ്ങളുടെ ഒടുവിലത്തെ വിരലടയാളങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു പ്രമുഖ ഇറാനിയൻ മൊബൈൽ ഫോൺ ഓപ്പറേറ്ററിലാണ്. ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇറാൻ മുൻകൂട്ടി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിരുന്നു ഈ സൈബർ ആക്രമണങ്ങൾ. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടപ്പോൾ തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങൾ തെറ്റാതിരിക്കാൻ ഹാക്കർമാർ ചോർത്തിയെടുത്ത ഈ ലൈവ് ലൊക്കേഷൻ വിവരങ്ങളാണ് ഇറാന് തുണയായത്. തങ്ങളുടെ ശത്രുക്കളുടെ ചലനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തിരിച്ചടിക്കാനുള്ള ഇറാന്റെ ഈ യുദ്ധതന്ത്രത്തിന് മുന്നിൽ അമേരിക്കൻ പ്രതിരോധം അമ്പെ പരാജയപ്പെട്ടു. മിസൈലുകളും ആയുധങ്ങളും മാത്രമല്ല, വിവര സാങ്കേതിക വിദ്യയിലെ മേധാവിത്വമാണ് പുതിയ കാലത്തെ യുദ്ധങ്ങൾ നിർണ്ണയിക്കുകയെന്ന് ഇറാൻ ലോകത്തിന് കാട്ടിക്കൊടുത്തു. വൻതോതിൽ പണം വാരിയെറിഞ്ഞ് നിർമ്മിച്ച പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഇറാന്റെ തന്ത്രശാലികളായ ഹാക്കർമാർക്ക് മുന്നിൽ വെറും കളിപ്പാട്ടങ്ങളായി മാറി. ആഗോളതലത്തിൽ തങ്ങളെ വെല്ലുവിളിക്കാൻ ആരുമില്ലെന്ന് അഹങ്കരിച്ച അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ മൂക്കിന് താഴെ വെച്ച് തന്നെ അവരുടെ വിവരങ്ങൾ ചോർത്തിയെടുത്ത് ഈ ഡിജിറ്റൽ യുദ്ധത്തിൽ അവിസ്മരണീയമായ വിജയമാണ് ഇറാൻ സ്വന്തമാക്കിയിരിക്കുന്നത്.